അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി പരിശോധന തുടരുകയാണ്. 200-ലധികം DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചു. പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ ഇന്ന് രാവിലെയോടുകൂടി എത്തിയിരുന്നു. വിമാനത്തിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ജിഷ്ണു, അവിടെ DNA സാമ്പിളുകളടക്കം ശേഖരിച്ച് പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ രഞ്ജിതയുടെ സഹോദരനും അവിടെ എത്തിച്ചേർന്നിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. രാഖി, ഞാനിപ്പോഴുള്ളത് അഹമ്മദാബാദിൽ സിവിൽ ആശുപത്രിയിൽ കസോട്ടി ഭവനിന് മുൻപിലാണ്. ഇവിടെയാണ് ഈ വിമാന അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെത്തി DNA പരിശോധനയ്ക്കായി സാമ്പിൾ നൽകേണ്ടത്. ഇതിൽ ഇന്നലെ മുതൽ തന്നെ അത്തരത്തിൽ ബന്ധുക്കൾ എത്തിക്കൊണ്ട് DNA സാമ്പിളുകൾ നൽകുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെയാണ് പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ള മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ ഇവിടേക്ക് എത്തിയിരുന്നു. 7 മണിയോടുകൂടിയാണ് വിമാനത്താവളത്തിലെത്തിയത്. പിന്നീട് നേരെ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരോടൊപ്പം ഇവിടെ സിവിൽ ആശുപത്രിയിലെ കസോട്ടി ഭവനിലെത്തുകയും DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരോടും അറിയിച്ചിട്ടുള്ളത് ഈ പരിശോധനാ ഫലം വരാൻ 72 മണിക്കൂർ എടുക്കും. ആ പരിശോധന പൂർത്തിയാക്കി മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അവരോടും അറിയിച്ചിട്ടുള്ളത്. ആ സഹോദരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു. അവരോടും 72 മണിക്കൂർ ഈ സമയം പരിശോധനയ്ക്ക് എടുക്കും. അതിനുശേഷം നടപടികൾ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ആ നടപടിക്രമങ്ങളും പരിശോധനയും വേഗത്തിലാക്കാനുള്ള ഇടപെടലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതായാലും നാളെയോ മറ്റന്നാളോ ആയിരിക്കും, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഇത്തരത്തിൽ മൃതദേഹം വിട്ടു നൽകുക. പിന്നീട് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് തന്നെയായിരിക്കും ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളും പൂർത്തീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. 260 മുതൽ 290 വരെ മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ ഈ സിവിൽ ആശുപത്രിയിലെ മോർച്ചറിയിലും ട്രോമ കെയറിന് സമീപവുമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ മൃതദേഹങ്ങളിലെല്ലാം DNA പരിശോധന നടത്തി ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ശ്രമകരമായിട്ടുള്ള നടപടിയാണ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നത്. കാരണം അത്രയധികം തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ രീതിയിൽ ശരീരഭാഗങ്ങൾ വേറിട്ട രീതിയിലാണ് പല മൃതദേഹങ്ങളും ഉള്ളത്. അതുകൊണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇതുവരെയും ഈ അപകടത്തിൽ ഔദ്യോഗികമായിട്ടൊരു മരണസംഖ്യ, എത്ര പേർ മരിച്ചു എന്നുള്ളത് ആശുപത്രി അധികൃതർ പോലും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നൽകാത്തത്. അതുകൊണ്ടാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരമാണ് 265-നും 290-നും ഇടയിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ 241 പേർ വിമാനത്തിലെ യാത്രക്കാരാണ്. ബാക്കിയുള്ളവർ ഈ വിമാനം ഇടിച്ചിറക്കിയിട്ടുള്ള BJ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരും ആ കെട്ടിടത്തിന് സമീപം ഉണ്ടായിരുന്നവരുമാണ്. ഈ സമീപം ഉണ്ടായിരുന്ന ചിലരും മരിച്ചിട്ടുണ്ട്. അവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ ഇന്നലെയും ഇന്ന് രാവിലെയുമായി വിട്ടു നൽകിയിട്ടുണ്ട്. ഈ വിമാനത്തിലുള്ളവരെയാണ് ഇത്തരത്തിൽ അതിഭീകരമായി മൃതദേഹങ്ങൾ ചിതറിയ നിലയിലും അല്ലെങ്കിൽ കത്തിക്കരിയുകയും മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ വേറിട്ട നിലയിലുമുള്ളത്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയും അവരെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. DNA സാമ്പിളുകൾ കളക്ട് ചെയ്ത് ശേഷമാണ് ആ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധന തുടരുകയാണ്. ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സംബന്ധിച്ച് ഇന്നലെ രാവിലെ മുതൽ നൽകിയിട്ടുള്ള കണക്കാണ്. ആശുപത്രി അധികൃതരുടെ പ്രതികരണമാണ് ഇപ്പോഴും ഉള്ളത്. അതിനുശേഷം ഒരു അപ്ഡേറ്റ് ആ വിഷയത്തിൽ ആശുപത്രി അധികൃതർ നൽകിയിട്ടില്ല. എങ്കിലും മനസ്സിലാക്കുന്നത് 18-ലധികം ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 60-ലധികം പേരാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുള്ളത്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്നുള്ളത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൃത്യമായ നിർദ്ദേശം നൽകുകയും അതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അപകട സ്ഥലത്തെ നിലവിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അവിടെയും ദേശീയ ദുരന്ത നിവാരണ സേന ആ വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ട് അതിനടിയിൽ അവസാന പരിശോധനയും ആ അവശിഷ്ടങ്ങൾ അവിടുന്ന് മാറ്റുന്ന നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് മണിക്കൂറുകൾ നീണ്ടുന്ന ശാസ്ത്രീയ പരിശോധന ഫോറൻസിക് വിഭാഗവും കൂടാതെ NSTയും ATSഉം ദേശീയ അന്വേഷണ ഏജൻസിയും എയർ ഇന്ത്യയുടെ വിദഗ്ധരും വ്യോമയാന മന്ത്രാലയം നിയോഗിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുമെല്ലാം തന്നെ വിശദമായ പരിശോധന, മണിക്കൂറുകൾ നീണ്ടുന്ന പരിശോധന കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലത്ത് നടത്തിയിരുന്നു. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധന, അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അവരുടെ നേതൃത്വത്തിലൊരു വിദഗ്ധ സമിതിക്ക് ഇന്നലെ രൂപം നൽകിയിരുന്നു. ആ സമിതിയും അന്വേഷണം ആരംഭിക്കുകയാണ്. 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് നൽകും. കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഈ അപകടം നടന്ന സമയം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപകടവുമായി ബന്ധപ്പെട്ട വിവിധ തലത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കാരണത്താലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് എന്ന് കണ്ടെത്താനുള്ള അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ഉള്ളൊരു അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു. ശാസ്ത്രീയ പരിശോധന സംഭവ സ്ഥലത്ത് പൂർത്തിയായിട്ടുണ്ട്. അവിടെ വിമാനത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടി തുടരുകയാണ്. ആശുപത്രിയിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നു. മറുവശത്ത് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ജിഷ്ണു, ഇപ്പോഴും നമുക്ക് ഈ അപകടത്തിൽ എത്രത്തോളം മരണനിരക്കുണ്ട്, എത്ര പേരെയാണ് നമുക്ക് കാണാനില്ലാത്തത് എന്ന ഒരു കണക്കൊക്കെ ഇനിയും വരേണ്ടിയിരിക്കുന്നു അല്ലേ? കാരണം ഈ ഫ്ലൈറ്റ് ഇടിച്ചിറക്കിയ ഹോസ്റ്റലിലുള്ള നിരവധി പേരെ കാണാനില്ല എന്ന് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നതായി വിവരമുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവരുമായി സംസാരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടോ ജിഷ്ണു? തീർച്ചയായും ഇന്നലെ നമ്മൾ അവരുമായി സംസാരിച്ചിരുന്നു. അവിടെ ബാഗുകൾ എടുക്കാനായി ആ ഹോസ്റ്റലിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്ന ആളുകളുമെല്ലാം തന്നെ എത്തിയിരുന്നു. അവരുടെ ബൈറ്റുകളും നമ്മൾ അവരുടെ പ്രതികരണങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അവർ വളരെ കൃത്യമായി ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആളുകളുടെ നമ്പറുകൾ വിളിച്ചുകൊണ്ട് ആരെല്ലാമാണ് ആശുപത്രിയിലുള്ളത് അവരുടെ കണക്കുകൾ പ്രകാരം ഇന്നലെ അവരുമായി സംസാരിച്ചതിൽ നിന്ന് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിയും ഒരു ഡോക്ടറുടെ ഭാര്യയും ഉൾപ്പെടെ 10 പേർ മരിച്ചിട്ടുണ്ട്. കൂടാതെ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഫോണിലൂടെ അവരെ കണ്ടെത്താൻ അവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ആ കെട്ടിടത്തിലുള്ള കണക്കുകളാണ് ആ 10 എന്നുള്ളത്. അതിന് പുറമെ ആ കെട്ടിടത്തിന് പുറത്ത് ചെറിയ കടകൾ നടത്തിയിരുന്നവരും ആ സമയം ആ കെട്ടിടത്തിൻ്റെ പുറത്തുണ്ടായിരുന്നവരും ആ റോഡിനോട് ചേർന്നിട്ടാണ് ഈ വിമാനം ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഇടിച്ചിറങ്ങി ആ കെട്ടിടത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ റോഡിൽ സമീപത്ത് ആ സമയം ഉണ്ടായിരുന്നവരും അത്തരത്തിൽ ആ വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമെ ആ പ്രദേശത്തെ തന്നെ ഏകദേശം 30ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് കണക്ക്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ പ്രതികരണം, അതായത് അപകടത്തിൽ ഇത്ര പേർ മരിച്ചു എന്നൊരു ഔദ്യോഗിക പ്രതികരണം നമുക്കിപ്പോൾ നടത്താൻ സാധിക്കില്ല. കാരണം അത്തരത്തിലൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് ആശുപത്രി അധികൃതരുമായി അനൗദ്യോഗികമായി സംസാരിച്ചതിൽ നിന്നും ഒപ്പം രക്ഷാദൗത്യം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇവിടെയുള്ള മൃതദേഹങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും 260 മുതൽ 290 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അതിൽ 241 പേർ ആ വിമാനത്തിലെ യാത്രക്കാരാണ്. ബാക്കിയുള്ളവർ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ, അവിടെ ഉണ്ടായിരുന്ന ആ ഹോസ്റ്റലിനോട് ചേർന്ന് ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിലെത്തിയിരുന്ന ആളുകൾ, ആ കെട്ടിടത്തിന് സമീപമുള്ള ചെറിയ കടകളിലെയും റോഡിലും നിന്നിരുന്ന ആളുകൾ, അവരാണ് ബാക്കി മരിച്ചിട്ടുള്ളത്. അവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഈ കാണാനില്ല എന്ന പരാതി ഉന്നയിക്കുന്നവരുടെയും പോലീസ് നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അവരുടെ DNA സാമ്പിളുകൾ കളക്ട് ചെയ്ത് പരിശോധന നടത്തുന്നുണ്ട്. അത്തരത്തിൽ ആ മൃതദേഹങ്ങൾ പൂർണ്ണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര മരണം നടന്നു ആ മൃതദേഹങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ വിട്ടു നൽകുന്നതിനും മരണസംഖ്യ കൃത്യപ്പെടുത്തുന്നതിനുമുള്ള നടപടികളെല്ലാം ആശുപത്രി കേന്ദ്രീകരിച്ചു പുരോഗമിക്കുകയാണ്. രാജി.